ഇന്ന് നമ്മൾ ഈ കരിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ഫിഷ് ട്രാപ്പ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനുള്ളിലൊരു ചെമ്മീനുണ്ട് കേട്ടോ. ഇതാണ് കാലൻ ചെമ്മീൻ. നമുക്ക് ഇങ്ങനെ ആലോചിച്ചപ്പം കിട്ടിയ ഒരു ഐഡിയ ആണ്. അതുപോലെ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളിതൊരു ഉണ്ടാക്കി നമ്മൾ കൂടുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഒരു ദിവസം വൈകിട്ടിട്ടിട്ട് നമുക്ക് നാളെ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നാളെ രാവിലെ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിസൾട്ട് നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു കൂടൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതേ നമ്മുടെ തേങ്ങ ഇവിടെ വെട്ടി ഒരു സൈഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മീൻ കയറാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു ചെറിയ കൂട് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. തന്നെ നമുക്കിതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് തേങ്ങ ഒക്കെ വേണം നമുക്ക് എടുക്കാം. ഇത് നിറച്ചും തേങ്ങ അതിന് തിരിക്കണമൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഇതിന് നിറയെ വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ ഈ ഒരു മറുഭാഗം കൂടെ നമുക്കൊന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വട്ടത്തിലൊന്ന് തുളച്ച് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ തേങ്ങയുടെ ഒരു സൈസിന് വെച്ചാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇനി ജസ്റ്റ് ഇത് കയറ്റി വെച്ച ഊരിപ്പോകത്തൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് വള്ളിയിട്ട് കെട്ടി വെച്ചിട്ട് ഇത് റെഡിയാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ നാളെ രാവിലെ വന്ന് ഇനി ഇത് പൊക്കി നോക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് മീനെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെച്ചിട്ട് പോകാം. നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ഇതിനകത്ത് ചിരണ്ടി എടുത്തു. കാരണം തേങ്ങ മൊത്തം ഇതിനകത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തേങ്ങയുടെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി കുറച്ച് തീറ്റയും കൂടെ ഇപ്പോൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ നമ്മൾ കുഴച്ച് എടുത്തതാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടെ വെച്ച് ഇത് സെറ്റ് ചെയ്തിട്ട് പോകാം. രണ്ട് സൈഡിലും കണ്ടോ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഫിഷ് ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഉപയോഗിച്ചുള്ളൊരു ഫിഷ് ട്രാപ്പാണിത്. അത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേണ്ട ഓക്കെ ഉരുട്ടി എടുത്ത ഒരു തീറ്റയും കൂടിയാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിനുള്ളിലോട്ടിടും. ഇതിനുള്ളിലിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് താത്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ആഴത്തിലോട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷണമായതുകൊണ്ട് ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് ഓർത്തുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ വന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വന്നു, രാവിലെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൂട് പൊക്കി നോക്കാം. മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ ഒരു പരീക്ഷണം ആയതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. മീനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കൂടൊന്ന് പൊക്കി നോക്കാം. നമ്മൾ ഇന്നലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ നമുക്കൊന്ന് കൂട് പൊക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടിൻ്റെ അടുത്തേക്ക് പോകാം. മീനുണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ ഇതിനകത്ത് മീനുണ്ട്. നമുക്കിതൊന്ന് ഇവിടെ അപ്പടി ചെളിയൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് അതിനകത്ത് മീനിനെയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുത്ത് നോക്കാം.
ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനുള്ളിലൊരു ചെമ്മീൻ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാലൻ ചെമ്മീൻ. കുറച്ച് മീനും അതുപോലെ തന്നെ ചെമ്മീനും പിന്നെ വേറെ ഏതാണ്ട് ഒരു കക്ക പോലത്തെ ഒരു ഉണ്ട സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതേ നമുക്കപ്പോൾ ഇത്രയും ഐറ്റമാണല്ലോ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ ചെമ്മീൻ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഈ മീൻ ഇതുപോലത്തെ 2 അറഞ്ഞിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ കല്ലടയുണ്ട്. പിന്നെ വേറെ ഒരു കക്ക പോലത്തെ ഒരു ഉണ്ട സാധനം ഉണ്ട് കേട്ടോ. ഇതെന്നാ ഇത് കക്ക. ഇതൊന്നിനും കൊള്ളുന്നതല്ലല്ലോ, ഇത് കഴിക്കാനൊന്നും കൊള്ളുന്നതല്ല. എന്നെ നമ്മൾ ദൂരോട്ട് കളയുവാണ് കേട്ടത്. ഇതാണ് ഒരെണ്ണത്തിനകത്ത് കയറിയത്. അപ്പോൾ അതിനെ നമ്മൾ കളഞ്ഞു. ബാക്കിയുള്ളത് ചെമ്മീനാണ് കേട്ടോ. അതിനെ നമുക്ക് എടുക്കാം. ഇത് കുടഞ്ഞിടാം. വേണ്ടേ, ഇത് ഈ ഒരു സൈസിലുള്ള ചെമ്മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിൽ അത്യാവശ്യം നല്ല മുഴുപ്പുള്ളതാണ്. ഇതാണ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ കണ്ടോ, വലിയതാട്ടോ. അതുകൊണ്ട് ഇതേ ഇത്രയും ഇതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് അത്ര മോശമായിട്ടില്ല. കാരണം ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്കൊന്നും തേങ്ങായും ഇതൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും, തേങ്ങയ്ക്കകത്ത് വെച്ചുകൊണ്ടായിരിക്കും ചെമ്മീനാണ് ഇതിനകത്ത് കൂടുതലായിട്ടും കയറിയിട്ടുള്ളത്. അയ്യോ, ഇതാണ് നമ്മുടെ. അപ്പോൾ ദേ പിന്നെ ഉള്ളത് ദേ വേറൊരു കല്ലട പോലത്തെ ഒരു ടൈപ്പ് ഒരു മീനാണ്. പിന്നെ അതുപോലെ തന്നെ ദേ ചെറിയൊരു കല്ലടയാണ് കേട്ടോ. ചെറിയൊരു കല്ലട, ഒന്നും ചത്തിട്ടൊന്നുമില്ല. ഇതുപോലത്തെ 2 അറഞ്ഞിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇത്രയും മീൻ തന്നെ കേട്ടോ നമ്മുടെ തേങ്ങ ഫിഷ് ട്രാപ്പിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അധികമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ആറ്റിലിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കുവാണെങ്കിലും കുറച്ച് മീനിനെ കിട്ടും. അപ്പോൾ അതും കൂടെ ഞങ്ങൾ നോക്കാമെന്നോർത്തോണ്ടാണ് അതിനകത്ത് നമുക്ക് മീനെ കിട്ടുമെന്ന്. അപ്പോൾ അതും കൂടി നോക്കി വെച്ചാൽ ഞങ്ങളിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇത്രയാണ്. കിട്ടിയ മീനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയും ഞങ്ങൾ പുതിയ ട്രാപ്പ് ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ അമർത്തി വെക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.